രണ്ടാം കാലമായിട്ട് ഒരുപാട് തണ്ണിമത്തം നല്ല നല്ല മധുരമുള്ള തണ്ണിമത്തം കിട്ടും. എവിടുന്നൊക്കെ വരുന്നത്, എവിടെ വരുത്താൻ അറിയത്തില്ല. ഇറാനിൽ നിന്നൊക്കെ വരുന്നതായിരിക്കും. നല്ല നല്ല തണ്ണിമത്തൻ, നല്ല മധുരമുള്ള തണ്ണിമത്തനാണ്. നിങ്ങൾ കുട്ടിപ്പട്ടാളം ഒത്തിരി തണ്ണിമത്തൻ ഇങ്ങനെ കോളത്തിൽ കഴിച്ച് അവർക്ക് ഒരു സ്പൂണോട് കൊടുത്ത് അവർ ഇങ്ങനെ കഴിക്കുന്നത് ജ്യൂസ് അടിക്കാൻ നോക്കിയിട്ട് അവർക്ക് ഒരു താല്പര്യം, എല്ലാവർക്കും താല്പര്യം. അപ്പോൾ നമ്മളിങ്ങനെ ആദ്യം തണുപ്പിച്ച് വെച്ചിരിക്കുന്ന തണ്ണിമത്തൻ നമ്മളിങ്ങനെ മൂന്ന് പേരാണുള്ള മൂന്നെണ്ണം മുറിക്കും. മൂന്നെണ്ണം മുറിക്കും. ഇനി ഇവർക്ക് പ്രശ്നമെന്ന് പറയുന്നത് ഏറ്റവും നല്ല സാധനമാണ് ഇതിൻ്റെ കുരു. പക്ഷേ ഒരു കുരു പ്രശ്നമാണ്. നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇതൊക്കെ ഉണങ്ങി തിന്നാൻ നല്ല സാധനമാണ്. ഇതിങ്ങനെ കുരു നമ്മൾ കളഞ്ഞു. അകത്തുള്ള കുരുവൊക്കെ അവർ വേണമെങ്കിൽ എടുത്ത് കളയും. ഇത് ഒരാൾക്കുള്ളതായി. അടുത്ത ആളുടെ ഒത്തിരി കുരുവുണ്ട്. നമ്മളിങ്ങനെ കുരു കുട്ടികളൊക്കെ കുരു ചേർത്ത് കടിച്ചു തരുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ അതൊക്കെ കൊതിക്കാൻ ഭയങ്കര മടിയാണ്. കുരു എന്ന് പറയും. സീഡില്ലാത്ത പഴങ്ങൾ കഴിക്കാനേ പാടില്ല. അത് വേണം പറഞ്ഞ. അപ്പോൾ ഇത് നമ്മൾ ഓൾമോസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. മൂന്നാമതിനകത്ത് 1 2 ഇതെല്ലാം പഴക്കാളികളാണ്. പുറകെ നിർത്ത തട്ട് നിർത്ത മുട്ടുന്നു. ഇനി വെച്ചു ഇങ്ങനെ പൊട്ടിച്ച് നല്ല തണുപ്പാണ്. നല്ല ഫ്രിഡ്ജിൻ്റെ അത്രയും സാധനമാണ്. നല്ല സുഖമായിരിക്കും കഴിക്കാൻ. ക്യാമറ എനിക്ക് കൈമാറും, എന്നിട്ട് ഇവർ കഴിക്കും. ഇതിനകത്ത് പമ്മി ഞങ്ങൾ ഉണ്ണിക്കുട്ടിനെ കൊടുത്തു. ഒന്നും കടിച്ചു തിന്നു. സ്പൂണിനെ കാട്ടി ഇങ്ങനെ കടിച്ച് തിന്നത്. കുരു വന്നു സാരം. മുതുക്കനാണ് അതിൻ്റെ പല്ല് പോയി കടിച്ചോണ്ട് തിന്നെ. കുരുവെല്ലാം കിട്ടുവാതെ കടിച്ച് തിന്നും, അല്ലെ തുപ്പിക്കളയുക. അപ്പോൾ ഇതാണ് നമ്മുടെ കോൾഡ് വേവ് ഓഫ് ദിസ് വെക്കേഷൻ സീസൺ. അപ്പോൾ നമുക്കെല്ലാം കൂടെ ഒരു ഹീ വെച്ചാലോ.